നിലമ്പൂർ ചൂണ്ടുപലക എന്നതിനേക്കാളും നിലമ്പൂരിൽ ഒരു ഹൈ വോൾട്ടേജ് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഒരു സെമി ഫൈനലിന്റെ എല്ലാ ആവേശവും ഉണ്ടാകും, അല്ലെങ്കിൽ സംതിങ് ലൈക്ക് എ ഫൈനൽ അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ഉണ്ടാകണമെന്നുമില്ല. അതായത് UDF പെട്ടെന്ന് ജയിച്ചു കയറാം, PV അൻവർ കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജയിച്ചു കയറാം എന്ന ഒരു രീതി അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇടതുപക്ഷം വലിയ ഒരു പ്രസ്റ്റീജ് പോരാട്ടമായിട്ടാണ് കാണുന്നത്. കാരണം PV അൻവർ MLA സ്ഥാനം ഒഴിഞ്ഞത് എങ്ങനെയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് PV അൻവർ MLA സ്ഥാനം ഒഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ UDF തോൽപ്പിക്കുക എന്നതിനപ്പുറം PV അൻവറിനെ തോൽപ്പിക്കുക എന്നതാണ് മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും LDF-ന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് മുസ്ലിം ലീഗ് തിരിച്ചറിയുന്നുണ്ട്. കാരണം PV അൻവറിനെതിരായ ഒരു പോരാട്ടം എന്ന് പറയുമ്പോൾ ഏത് വിധേനയും അവിടെ ജയിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കും. കാരണം ആ സീറ്റ് നിലനിർത്തുക എന്ന് പറയുന്നത് അവർക്ക് അഭിമാന പ്രശ്നമാണ്. അങ്ങനെയുള്ള ഒരു അഭിമാന പ്രശ്നം പാലക്കാട്ടോ അല്ലെങ്കിൽ ചേലക്കരയിൽ അവരുടെ സിറ്റിംഗ് സീറ്റാണ്, നിലനിർത്താൻ കഴിയുമെന്ന് അവർക്കറിയാം. ഭൂരിപക്ഷം കുറഞ്ഞാലും അത് അവർ നിലനിർത്തും. പക്ഷേ പാലക്കാട്ട് ജയിക്കാൻ കഴിയുമെന്നൊന്നും CPIM പ്രതീക്ഷിച്ചിട്ടുമില്ല. അങ്ങനെ വിജയപ്രതീക്ഷ എല്ലാ മുന്നണികളും പങ്കുവയ്ക്കുന്നത് പോലെ CPIM പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിലമ്പൂരിനെ നമുക്ക് പാലക്കാടുമായിട്ട് ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ കഴിയില്ല. പാലക്കാട് പോലെ ആകില്ല നിലമ്പൂർ. പ്രത്യേകിച്ചും വലിയൊരു തെരഞ്ഞെടുപ്പ്, അടുത്ത അധികാരം നിലനിർത്താൻ സാധിക്കുമെന്ന് ഇടതുപക്ഷം കരുതുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത വർഷം, ഒരു വർഷം തികച്ചില്ല, 11 മാസം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പാണ്. 2026 മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ മെയ് അവസാന വാരത്തിൽ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ജൂണിൽ വരുന്നുവെന്ന് നമ്മൾ കരുതുക. ഇപ്പോഴത്തെ ഒരു വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം അനുസരിച്ചുള്ള ഒരു കാലപരിധിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജൂണിൽ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാസങ്ങൾക്കിപ്പുറം നേരിടാൻ പോകുന്ന വലിയ മത്സരത്തിന്റെ ഒരു വിധിയെഴുത്താണ്. ജനങ്ങൾ പെട്ടെന്ന് മറക്കില്ല. അതുകൊണ്ട് അവിടെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ PV അൻവർ മാറിയപ്പോൾ, അല്ലെങ്കിൽ PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ UDF പോയ PV അൻവറിന് UDF സ്ഥാനാർത്ഥി, അത് ഹുവർ ഇറ്റ് ഈസ്, VS ജോയി ആയാലും ആര്യാടൻ ഷൗക്കത്ത് ആയാലും അൻവറിന് അവിടെ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അൻവറിന്റെ പ്രസക്തി ഉയരുകയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും LDF-ന്റെയും വലിയ രീതിയിലുള്ള പ്രതിച്ഛായയ്ക്ക് കോട്ടം സംഭവിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ നിലമ്പൂർ, നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ, കുഞ്ഞാലിയുടെയും ആര്യാടൻ മുഹമ്മദിന്റെയും രാഷ്ട്രീയ ഭൂമികയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആർക്കാണ് ആ മണ്ണ് ഉറച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് ഉറപ്പിച്ചു നിർത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ പ്രവചനാതീതമായി തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇക്വേഷൻസ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. കാരണം 24 വർഷം ആര്യാടൻ മുഹമ്മദിന് ആ മണ്ഡലം പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. 2016 അദ്ദേഹം അവിടെ നിന്ന് മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായി വരാൻ ആര്യാടൻ ഷൗക്കത്തിന് അവിടെ സാധിക്കുന്നില്ല എന്നത് നമ്മൾ കണ്ടതാണ്. PV അൻവർ അങ്ങനെ അവിടെ ഒരു എൻട്രി നടത്താൻ PV അൻവറിന് സാധിക്കുന്നു. ആ എൻട്രി തുടരാൻ PV അൻവറിന് കഴിയുന്നു. ഇടത് സ്വതന്ത്രനായി PV അൻവർ നിൽക്കുന്നു. അപ്പോൾ ഇടത് സ്വതന്ത്രൻ എന്ന് പറയുമ്പോൾ PV അൻവറിൻ്റെ മാത്രം വോട്ടുകൾ കൊണ്ട് നിലമ്പൂരിൽ അൻവറിന് ജയിക്കാൻ കഴിയില്ല. അവിടെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ പിന്തുണ വേണം. ആ പിന്തുണ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഘടകങ്ങളെ അൻവറിന് അനുകൂലമാക്കി ചലിപ്പിക്കാൻ അവിടെ ഇടതുപക്ഷത്തിന്, അല്ലെങ്കിൽ പിണറായി വിജയന് അവിടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അൻവർ പ്ലസ് CPIM ആ ഒരു സ്ട്രോങ് ഹോൾഡായ നിലമ്പൂരിനെ എങ്ങനെയാണ് UDF ആ ഇക്വേഷൻസ് ഇളക്കാൻ ശ്രമിക്കുന്നത് എന്നതനുസരിച്ചിരിക്കും UDF-ന്റെ അവിടുത്തെ സാധ്യതകൾ. കാരണം UDF അനുകൂലമായ ഒരു സ്വഭാവം നിലമ്പൂർ മണ്ഡലത്തിന് പൊതുവെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, വിവിധ പഞ്ചായത്തുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു UDF അനുകൂല സ്വഭാവം അവിടുത്തെ വോട്ടർമാരിൽ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അവിടുത്തെ കണക്കുകൾ ഇപ്പോൾ കരട് വോട്ടർ പട്ടികയാണ് ആയിട്ടുള്ളത്. ഇതിൽ കരട് വോട്ടർ പട്ടിക നോക്കുമ്പോൾ 2,28,512 വോട്ടർമാരാണ് ഈ കരട് വോട്ടർ പട്ടികയിലുള്ളത്. അതിൽ 1,11,692 പുരുഷന്മാർ, 1,16,813 സ്ത്രീകൾ. ഇവിടെയാണ് നമ്മൾ ലീഗ് എന്താണ് ചെയ്യാൻ പോവുക എന്ന് നോക്കേണ്ടത്. ലീഗ് ഈ സ്ഥാനാർത്ഥി ആരാകട്ടെ, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി എന്നുമാകട്ടെ, അവർ കൺവെൻഷനിലേക്ക് കടന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ ദിവസം അവരുടെ കൺവെൻഷൻ നടക്കുകയാണ്. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ലീഗിൻ്റെ വോട്ടർമാരുടെ, അല്ലെങ്കിൽ ലീഗിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ ഒരു റഫ് എസ്റ്റിമേറ്റ് ഞാൻ എടുത്തു നോക്കി. അവിടെ 30,000-ഓളം സജീവമായ അംഗങ്ങളുണ്ട്. അതായത് നമ്മൾ CPIM-ന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ലീഗിൻ്റെ കേഡേഴ്സ് എന്ന് പറയുന്നത് ഒരു 30,000 അവിടുത്തെ വോട്ട്. അതൊരിക്കലും മറുഭാഗത്തേക്ക് മറിയില്ല. മാത്രമല്ല ഈ സജീവമായ അംഗങ്ങളെ കൂടാതെ ഒരു 30,000 കൂടി വരും. അപ്പോൾ എങ്ങനെ പോയാലും ലീഗിന് അവിടെ 60,000 വോട്ട് ഈസിയായി സമാഹരിക്കാൻ കഴിയും. അപ്പോൾ അവിടുത്തെ ലീഗിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നതാണ് ഈ 7 ഗ്രാമപഞ്ചായത്തുകളിൽ ഒപ്പം ഒരു നഗരസഭ, ഇത്രയുമായി 28 പഞ്ചായത്ത് അംഗങ്ങൾ ലീഗിനുണ്ട്. 4 ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുണ്ട്. ഒരു ജില്ലാ പഞ്ചായത്ത് അംഗവും ജനപ്രതിനിധിയായിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്തുകൾ വഴിക്കടവ്, കരുള, ഈ 2 പഞ്ചായത്തും ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. മൂത്തേടം, എടക്കര, ചുങ്കത്തറ ഇവിടെ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഉപാധ്യക്ഷന്മാർ ലീഗിനുണ്ട്. വഴിക്കടവ് പഞ്ചായത്ത് അത് ലീഗിങ് എടുക്കും. വഴിക്കടവ്
പഞ്ചായത്ത് ഇടതുപക്ഷം നോക്കിയിട്ട് കാര്യമില്ല. വഴിക്കടവ് പഞ്ചായത്ത് പൂർണ്ണമായും ലീഗിൻ്റെ ഒരു കോട്ടയാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ അവിടെയാണ്. അതുപോലെ തന്നെ മൂത്തയിടത്തും ലീഗിന് വലിയ പങ്കാളിത്തമുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇടതുപക്ഷം ഇപ്പോൾ ശ്രദ്ധയൂന്നുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ചില പോക്കറ്റുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വന്ന് പ്രസംഗിച്ചു പോയതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ച മൃദു സമീപനമൊക്കെ ആ പോക്കറ്റുകളാണ്. കൃത്യമായി ചില പോക്കറ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് അൻവറിനെ പൂട്ടുക, അത് തന്നെയാണ് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മൂത്തയിടത്ത് മാത്രമാണ് UDFന് 2016 ലീഡ് കിട്ടിയത്. 2016 അവിടെ ലീഡ് കിട്ടി. വഴിക്കടവിലും നിലമ്പൂർ നഗരസഭയിലും വലിയ വിജയം അന്ന് 2016 പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. പക്ഷേ 2021 ആകുമ്പോഴേക്കും UDFന് നില മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നഗരസഭയിലടക്കം എങ്ങനെയായിരിക്കും ഇത്തവണ വിധി വരിക എന്നത് പ്രധാനമാണ്. ഇവിടെ ഒരു കാര്യത്തിലേക്ക് കൂടി ഞാൻ വരാം. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന ചർച്ചയായത് ഒടുവിലത്തെ വേദി എന്ന് പറയുന്നത് ലീഗ് സംഘടിപ്പിച്ച ഈ കൺവെൻഷനാണ്. ആ കൺവെൻഷനിൽ വെച്ചാണ് ഈ ആരായാലും ഏത് സ്ഥാനാർത്ഥി വന്നാലും വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ഒരു ബാധ്യതയാണ് എന്ന് ലീഗ് പ്രഖ്യാപിക്കുന്നതാണ് ആ കൺവെൻഷനിൽ നമ്മൾ കണ്ടത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ സൗണ്ട് ബൈറ്റ് ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ അതിൽ കൃത്യമായി കുഞ്ഞാലിക്കുട്ടി പറയുന്നത് സർക്കാരിൻ്റെ പതനത്തിൻ്റെ തുടക്കമാകുമെന്ന് ശിഹാബ് തങ്ങൾ പറയുമ്പോൾ അതിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രസ്താവന PK കുഞ്ഞാലിക്കുട്ടി അവിടെ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ PV അൻവർ അവിടെ വരുന്നു. PV അൻവർ അവിടെ ഇരിക്കുമ്പോൾ ഈ VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും ഈ കൺവെൻഷനിൽ പങ്കെടുത്തു. ആ വേദിയിൽ വെച്ചാണ് ആര്യാടൻ ഷൗക്കത്ത് PV അൻവറിനെ പുകഴ്ത്തുന്നത്. ആരെയാണ്? എതിർ സ്ഥാനാർത്ഥിയായി 2016 ഉണ്ടായിരുന്ന PV അൻവറിനെ പുകഴ്ത്തുകയാണ്. ഒരേ വേദിയിൽ പുകഴ്ത്തുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ മലക്കം അറിയണമെന്നുണ്ടെങ്കിൽ, ഈ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അൻവറിൻ്റെ പച്ചക്കൊടി വേണം എന്നത് ആര്യാടൻ ഷൗക്കത്തിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അൻവറും അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് എന്നതിനേക്കാളും നിലമ്പൂർ മണ്ഡലത്തിൽ നമ്മൾ അൻവർ എന്ന് പറയുന്നതാണ് ശരിയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ PV അൻവറിനെ വേണം, ആര്യാടൻ ഷൗക്കത്തിനായാലും PV അൻവറിനെ വേണം എന്നതിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അൻവർ ഒപ്പമുണ്ടാകും, അൻവർ ഒപ്പമുള്ളത് ശക്തിയാണ് എന്ന് UDF സംവിധാനം കരുതുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് UDFിലേക്കുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെയും PV അൻവറിൻ്റെയും ഒരു ഗ്രാൻഡ് എൻട്രി അത് വേണമെന്നുണ്ടെങ്കിൽ നിലമ്പൂർ അൻവർ ഒരു താലത്തിലെടുത്ത് വെച്ച് UDFന് കൊടുക്കണം. അത് ജോയി മത്സരിച്ചാലും കൊടുക്കണം, ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാലും കൊടുക്കണം. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മുനമ്പം അടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത് എളുപ്പമാകും. ഇതിങ്ങെടുക്കാം, സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിലമ്പൂരിങ് എടുക്കാം അൻവറിന്. അപ്പോൾ ആ എടുത്ത് ഇപ്പുറത്തേക്ക് വന്നാലേ അൻവറിന് വാല്യൂ ഉള്ളൂ. UDF എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് അൻവറിന്, തൃണമൂൽ കോൺഗ്രസിന് വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ നിലമ്പൂർ എടുക്കണം. അല്ലാത്ത പക്ഷം അൻവറിൻ്റെ മുന്നിലുള്ള വാതിലുകൾ ഒരു പകുതി അടഞ്ഞ നിലയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. കാരണം അൻവറിന് പ്രസക്തിയില്ല എന്ന് വിലയിരുത്താൻ എളുപ്പമാണ്. ഈ ഒരു തോൽവി എന്ന് പറയുന്നത് അൻവറിൻ്റെ തോൽവിയായി വ്യാഖ്യാനിക്കപ്പെടും. അൻവർ ഈ രാജി വെച്ചിട്ട് ഇപ്പോൾ എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഇടതുപക്ഷം അത് പ്രചാരണത്തിന് ഉപയോഗിക്കും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ജയിക്കുക എന്നത് അൻവറിൻ്റെ ലക്ഷ്യമാണ്. എന്ത് വില കൊടുത്തും അൻവറിനെ തോൽപ്പിക്കുക എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും LDFിൻ്റെയും ലക്ഷ്യമാണ്. ഇനി 2000 ഏറെ മാത്രമാണ് വോട്ടുകളുടെ ഭൂരിപക്ഷം അൻവറിന് കിട്ടിയത്. അത് നേരത്തെ ആൻഡോ സാർ സൂചിപ്പിച്ചതുപോലെ വലിയ ക്യാമ്പയിനൊന്നും PV അൻവർ കഴിഞ്ഞ തവണ ആ മണ്ഡലത്തിൽ നടത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ ഒടുവിലത്തെ സമയത്തേക്കാണ് അൻവർ അവിടേക്ക് എൻ്റർ ചെയ്യുന്നത്. മാത്രമല്ല അൻവറിൻ്റെതായ കുറേ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അവരാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ ആദ്യം മുതലേ സജീവമായിരുന്നത്. അവസാന ലാപ്പിലേക്ക് അൻവർ വരുന്നു, നോമിനേഷൻ കൊടുക്കുന്നു, മത്സരിക്കുന്നു, ജയിക്കുന്നു. കാര്യമായ പ്രചാരണമൊന്നും അൻവർ അവിടെ നടത്തിയിട്ടില്ല. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയായാലും PV അൻവർ അവിടെയുള്ള എല്ലാ വോട്ടർമാരെയും, ലീഗിൻ്റെ വോട്ടർമാരെ അടക്കം എല്ലാവരെയും വേണമെങ്കിൽ 1 to 1 പോയി കണ്ട് അൻവർ വോട്ട് പിടിക്കും. കാരണം ഇവിടെ അൻവറിന് ജയിച്ചേ മതിയാകും. ആ ജയിക്കാൻ വേണ്ടി അൻവർ ഒരു ഫൈറ്ററാണ്. ഞാൻ നേരത്തെ ഉള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അൻവർ ഒരു ഫൈറ്ററാണ്. അൻവറിന് ഇത് ജയിച്ചേ പറ്റുള്ളൂ. അയാളുടെ ഒരു ഡു ഓർ ഡൈ ബാറ്റിലാണ്. അപ്പോൾ PV അൻവർ അതിനായി ശ്രമിക്കും. അൻവറിനെ വീഴ്ത്താനായി മറുഭാഗവും ശ്രമിക്കും. അപ്പോൾ നിലമ്പൂർ എന്ന് പറയുന്നത് ഒരു ചൂണ്ടുപലക എന്നതിനപ്പുറം വലിയ ഒരു പോരാട്ടം തന്നെയായിരിക്കും. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് പോലെ ആകില്ല നിലമ്പൂരിലേത് എന്നതാണ് എൻ്റെ ടേക്ക്. Meet the editors.